ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് രണ്ടാമതും റീസ്റ്റാർട്ട് ചെയ്തുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചത്. ഞാൻ എൻ്റെ കുറച്ച് പരിമിതികൾ കൊണ്ട് ഞാൻ യൂട്യൂബ് ചാനലൊന്ന് നിർത്തി വെച്ചേക്കുമായിരുന്നു. സോ ഇപ്പോൾ ഞാനൊന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാണ്. കാരണം നമുക്കിനി എന്താ പറയുക, നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ. ഇതിപ്പോൾ എനിക്ക് 8 മന്തായി. 8 മന്തിൽ നമുക്ക് ഒരു ഡേ എങ്കിലും ഇങ്ങനെ എടുത്ത് ഇനിയുള്ള ദിവസങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ ലൈഫിൽ എപ്പോഴെങ്കിലും നമുക്കിതൊക്കെ ഒന്ന് നോക്കണം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ കാണാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പം ഇന്നൊരു ലീവുള്ള ദിവസമാണ് എനിക്ക്. ഞാൻ വർക്കിന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്കൊരു ലീവാണ്, ഓഫ് ഡേ ആണ്. അപ്പോൾ ആ ദിവസം എന്താ പറയുക, ഭയങ്കര മടി പിടിച്ചാണ് ഞാൻ എണീറ്റതും എല്ലാ കാര്യങ്ങളും. എൻ്റെ ഫേസ് കണ്ടാലറിയാം, ഫേസിൽ കുറച്ച് നീര് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഞാൻ രാവിലെ എണീറ്റ് വേഗം പല്ല് തേച്ച്, എണീറ്റ പാട് എനിക്ക് വിശക്കും. അപ്പം ഞാൻ വേഗം പല്ല് തേച്ച് വേഗം ചായയൊക്കെ കുടിച്ച് ഒരു ദോശയും കഴിച്ച് ബാക്കി എൻ്റെ പണികളിലേക്ക് കടന്നു. എന്താണെന്ന് വെച്ചാൽ ഈ പറയുമ്പോൾ കുറച്ച് ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഈ പറയുമ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാനോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അങ്ങനെ കുറച്ച് തുണിയൊക്കെ മടക്കി വെച്ച് അടിച്ചൊക്കെ വാരി എൻ്റെ ഡെയിലി റൂട്ടീൻസ് എന്താണോ അതുപോലെ ഞാനിങ്ങനെ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നല്ല, ചെയ്യാണ്. അങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് വന്ന് വീട്ടിലാരുമില്ല. അച്ഛൻ പുറത്ത് പോയേക്കുവാണ്. അമ്മ നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പലമാണ്. അപ്പോൾ അമ്മ അമ്പലത്തിൽ പോയേക്കുവാണ്. ഞാനിങ്ങനെ ഓരോന്ന് ചെയ്ത് റോട്ടിൽ കൂടെ പോണവരോടത്തും എല്ലാവരുടെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് ആ ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഓവർ പണികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഒന്ന് ഫ്രഷായി ഒന്ന് ഇരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് എന്താ പറയുക, ഒരു എനർജി കിട്ടുമല്ലോ ഒന്ന്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഒന്ന് സെറ്റായി, എന്താ പറയുക, ഒന്ന് വെറുതെ ഇരിക്കാമെന്നുള്ള രീതിയിൽ ഇരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സമയത്ത് കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നല്ല നല്ല ബുക്സൊക്കെ വായിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്, റാം കെയർ ഓഫ് ആനന്ദി. അപ്പോൾ അതിങ്ങനെ വായിക്കാനുള്ളൊരു ഇതിലായിരുന്നു. അപ്പം കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള രീതിക്ക് ഇരുന്നു. പക്ഷെ നടന്നില്ല. ഓരോ കാര്യങ്ങൾ, ഒരു തിരക്കും അപ്പോഴത്തേക്കും ഒരു കോൾ വരലും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും പെട്ടെന്ന് വിശക്കലും ഒക്കെ കൂടി ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. വോയിസ് ഓവർ കൊടുക്കുന്നത് ഇപ്പോഴാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കുഞ്ഞി വീഡിയോ ആണ്, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ചേരം ഉറങ്ങിപ്പോയി. പിന്നെ നൈറ്റ് വേഗമായി, ഇടയ്ക്ക് കുറേ വീഡിയോ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. കൂടുതൽ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.